ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം പൂർണ്ണമായും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും ഭയവും ദുഃഖവും മാറാൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയണം. ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നമ്മുടെ ജീവിതം പടുത്തുയർത്തിയാൽ അവിടെ ഐശ്വര്യവും സന്തോഷവും അഭിവൃദ്ധിയും എപ്പോഴും നിറഞ്ഞു നിൽക്കും. അതിനാൽ യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലാകുന്ന സമാധാനമാകുന്ന ജീവിതത്തിൻ്റെ അർത്ഥമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനത്താൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കാം. കർത്താവിൻ്റെ സമാധാനത്തിൽ ഇന്ന് നമുക്ക് നമ്മെ തന്നെ പടുത്തുയർത്താം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയാൻ, ജോലി സ്ഥലത്ത് കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറയാൻ, നമ്മുടെ ബിസിനസ് രംഗത്ത് ഈശോയുടെ സമാധാനം കൊണ്ട് നിറയാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറയാൻ ഇന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും യുദ്ധവും മുറവിളിയും ഭീഷണിയും തകർച്ചയും മരണവും ദുരന്തങ്ങളും വ്യാപരിക്കുമ്പോൾ കർത്താവിൻ്റെ സമാധാനം നമ്മെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുവാൻ ശക്തി നൽകും. അതിനാൽ ഇന്നത്തെ ദിവസത്തെ, ഈ പുതിയ ആഴ്ചയുടെ ഈ ദിവസത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് നമുക്കാവശ്യമായ കാര്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് നാം പോകുന്ന കാര്യങ്ങളിൽ വിജയപ്രദമാകുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നിറയാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നതുപോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. ഇന്ന് കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകുമ്പോൾ നമുക്കാവശ്യം കർത്താവിലുള്ള സമാധാനമാണ്. എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരണം നടത്തുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ആനന്ദവും കൊണ്ട് നിറയും. അതിനാൽ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ സമാധാനം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, ശൂന്യത അവസ്ഥയാണ്. കർത്താവെ, ഇന്നത്തെ ദിവസം എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത എടുത്തുമാറ്റി, കുടുംബത്തിലെ അരക്ഷിതാവസ്ഥ എടുത്തുമാറ്റി, ദൈവമേ, അങ്ങയുടെ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. ലോകം നൽകുന്ന സമാധാനമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ ഈ അവസ്ഥയിൽ കർത്താവെ, അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങൾക്ക് സമാധാനം നൽകാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഇല്ലായ്മയിലും രോഗാവസ്ഥയിലും പരാജയങ്ങളിലും തകർച്ചകളിലും ഞങ്ങളുടെ നിരാശയിലും ഞങ്ങളുടെ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഞങ്ങളുടെ കടബാധ്യതകളിൽ ബന്ധനാവസ്ഥകളിൽ കർത്താവെ, അങ്ങയുടെ സമാധാനമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും. ജീവിക്കുവാൻ പുതിയ പ്രോത്സാഹനം ഞങ്ങൾക്ക് ലഭിക്കും. കർത്താവേ, അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ പ്രചോദനം നൽകണമേ, പുതിയ അനുഗ്രഹങ്ങൾ നൽകണമേ. കർത്താവേ, ഇന്ന് വരെ നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങൾ അനേക വർഷങ്ങളായി മനസ്സിൽ താലോലിക്കുന്ന ചില സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ, കഠിനാധ്വാനം ചെയ്യുവാൻ അങ്ങയുടെ സമാധാനം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയിലാണ്
ഞങ്ങൾ അഭയം തേടുന്നത്. അങ്ങയുടെ സമാധാനത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി കാതോർത്ത് കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ കൂടുതൽ അധ്വാനശീലികളാകാൻ കർത്താവേ, അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രയത്നങ്ങളെ പൂർണ്ണമാക്കി കൂടുതൽ അധ്വാനിച്ച് അതിൻ്റെ ഫലം കർത്താവിൽ നിന്നും ലഭിക്കും എന്ന വിശ്വാസത്തോടെ കൂടുതൽ പ്രവർത്തന നിരതരാകുവാൻ അങ്ങയുടെ സമാധാനം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവമേ, പ്രതിഫലം കർത്താവിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ പ്രതിഫലം അങ്ങാണ്. അങ്ങയുടെ സമാധാനമാണ് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലമായി കിട്ടേണ്ടത്. കർത്താവേ, ലോകം ഞങ്ങൾക്ക് വെച്ച് നീട്ടുന്ന സമാധാനമോ ഐശ്വര്യമോ സമ്പത്തോ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. എന്തെന്നാൽ എൻ്റെ കർത്താവിനു മാത്രമേ എൻ്റെ ജീവിതത്തിൽ സമാധാനത്തോടു കൂടെയുള്ള ഐശ്വര്യം എനിക്ക് തരാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ സമാധാനത്തോടുകൂടിയ ഉയർച്ച, അനുഗ്രഹം, വിജയം, മഹത്വം ഇതെല്ലാം എനിക്കാവശ്യമാണ്. എന്നാൽ ലോകം നൽകുന്ന സമാധാനം, ലോകം നൽകുന്ന സന്തോഷം, ലോകം നൽകുന്ന സമ്പത്ത്, ലോകം നൽകുന്ന പദവികൾ, സ്ഥാനമാനങ്ങൾ കർത്താവെ ഞാൻ ഇന്ന് വെറുത്തുപേക്ഷിക്കുന്നു. എന്തെന്നാൽ അവിടെ സമാധാനമില്ല. ഈ ലോകം നൽകുന്ന ഓരോ നന്മകൾ എന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് നഷ്ടമാകുന്നത് ദൈവത്തിൻ്റെ സമാധാനമാണ്. അതിനാൽ തന്നെ കർത്താവേ, ഈ ഭൂമി മുഴുവനും ഞാൻ സ്വന്തമാക്കിയാലും, ഈ ലോകം മുഴുവനും ഞാൻ നേടിയെടുത്താലും, ഈ ലോകത്തിലുള്ള സമസ്തവും ഞാൻ നേടിയെടുത്താലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ല എന്ന് കാണുന്നു. എൻ്റെ ജീവിതം ശൂന്യാവസ്ഥയിലാകുന്നു. കർത്താവേ, ഇതിൽ നിന്നും എനിക്ക് മോചനം നൽകണം. ദൈവമേ, ഒന്നുമില്ലായ്മയിൽ എൻ്റെ ദൈവം എന്നെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എൻ്റെ കർത്താവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയും. എൻ്റെ ഏതവസ്ഥയിലും ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൽ ഞാൻ അഭയം കൊള്ളുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ട് നിറയും. എൻ്റെ കർത്താവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ, അങ്ങയെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അയച്ച് ഇന്നത്തെ ദിവസം എന്നെ സമാധാനത്തിൽ നിലനിർത്തണമേ. കർത്താവായ ദൈവമേ, ശത്രുക്കളുടെ എല്ലാ തിന്മകളിൽ നിന്നും, ശത്രുക്കളുടെ എല്ലാ ദുഷ്ടപദ്ധതികളിൽ നിന്നും ഇന്ന് എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കുന്നു. അങ്ങയുടെ സർവമഹത്വം ഭൂമിയിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. കർത്താവേ, ശത്രു ഞങ്ങൾക്കെതിരെ വിരിച്ചിരിക്കുന്ന വലകളെ അവിടുന്ന്, കെണികളെ അവിടുന്ന് തകർത്തെറിയണമേ. അങ്ങയുടെ സമാധാനത്താൽ ഇന്ന് എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്താൻ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തരും സാധിക്കട്ടെ. ദൈവമേ, ദുഷ്ടാരൂപികളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, തകർച്ചയിൽ നിന്നും, പരാജയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും അങ്ങയുടെ സമാധാനം ഇന്നെന്നെ വീണ്ടെടുക്കണമേ. ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയിൽ അചഞ്ചലമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ നിമിഷവും എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമേ, എൻ്റെ എല്ലാ അസ്വസ്ഥതകളും ദുഃഖവും എടുത്തു മാറ്റി അങ്ങയുടെ സമാധാനത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. ആത്മവിശ്വാസവും ധൈര്യവും നൽകി ഏത് അപകട മേഖലകളെയും തരണം ചെയ്യുവാനുള്ള, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ദൈവിക ജ്ഞാനവും സമാധാനവും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഇന്ന് എനിക്ക് മുൻപേ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും സമാധാനത്തോടെ നേരിടുവാൻ കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ സമാധാനമായി വാഴണമേ. സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ, സമാധാനത്തിൻ്റെ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവേ,
അങ്ങ് ഇന്ന് എൻ്റെ കുടുംബത്തിൽ വാഴണമേ, എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. ഞാനായിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ സമാധാനം നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വീശണമേ. ലോകം ഞങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ആവലാദികളെയും വേവലാദികളെയും നിർഭയം നേരിടുവാൻ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഭയം എടുത്തുമാറ്റി അങ്ങയുടെ സമാധാനം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഞങ്ങളിപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന മേഖലയിൽ കർത്താവിൻ്റെ സമാധാനം ഞങ്ങളെ നിറയ്ക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകം നൽകുന്ന സമാധാനമല്ല ഞങ്ങൾക്ക് ആവശ്യം, ലോകം നൽകുന്ന സന്തോഷമല്ല ഞങ്ങൾക്ക് ആവശ്യം. എന്നാൽ എൻ്റെ കർത്താവിൽ നിന്നും നേടിയെടുക്കുന്ന എൻ്റെ പ്രയത്നങ്ങളുടെ ഫലമായ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്ന പ്രതിഫലമാണ് എൻ്റെ സമാധാനം, എൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും. അതിനായി ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതൽ പ്രയത്നിക്കുവാൻ, കൂടുതൽ അധ്വാനിക്കുവാൻ, കൂടുതൽ നന്മകൾ ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഇന്നെന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ അവിടുന്ന് നൽകണമേ. കർത്താവെ, അനുതാപമുള്ള ഹൃദയത്തോടെ ഓരോ നിമിഷവും ദൈവഭയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ. ലോകം നൽകുന്ന സമാധാനമല്ല ഞാൻ നിനക്ക് നൽകുന്നത്. എൻ്റെ സമാധാനം നിന്നോട് കൂടെയുണ്ടായിരിക്കും, നീ ഭയപ്പെടേണ്ട എന്നരുളിച്ചത് ഈശോയെ, ഇന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സമാധാനം നിറയട്ടെ. എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ സമാധാനം നിറയട്ടെ. ഞാൻ പോകുന്ന വഴിയിലെല്ലാം ദൈവത്തിൻ്റെ സമാധാനം നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവേ, എന്നിലൂടെ ഇന്നെന്നോട് ഇടപഴകുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കുവാൻ അങ്ങയുടെ സമാധാനത്താൽ എന്നെ ഇന്ന് അഭിഷേകം ചെയ്യണമേ. ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും വിജയം കൊയ്യുവാൻ കർത്താവെ ഒരു പുതിയ അഭിഷേകം നൽകി അങ്ങനെ ആശീർവദിക്കണമേ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗപീഠകളിൽ നിന്നും, സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, ജോലിയില്ലാത്ത അവസ്ഥയിൽ നിന്നും, മറ്റ് തിരസ്കരണ അവസ്ഥയിൽ നിന്നും, നഷ്ടങ്ങളുടെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിന്നും കർത്താവെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ഉയർത്തണമേ, കൈപിടിച്ചുയർത്തണമേ. ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മേഖലയിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നാഥ, സമാധാനത്തിൻ്റെ രാജാവായ കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ പൂർണ്ണമായി ആരാധിക്കുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ
അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറച്ച്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളിലും അവിടുത്തെ സമാധാനം നിറച്ച് നിങ്ങൾക്ക് ഉയർച്ചയും അനുഗ്രഹവും സംരക്ഷണവും നൽകി, പ്രത്യേകമായ കരുതലും പരിപാലനയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും നിരന്തരമായ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.